UAE വിസിറ്റിംഗ് വിസയുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. 19 നവംബർ 2024 മുതൽ UAEയിലേക്ക് വിസക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ടൂറിസ്റ്റ് വിസക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നോർമലി ചെയ്യുന്ന പാസ്പോർട്ടും വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോയ്ക്കും പുറമെ നമ്മൾ അവിടെയുള്ള റിട്ടേൺ ടിക്കറ്റ്, അതായത് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റും ഹോട്ടൽ ബുക്കിങ്ങും, എത്ര കാലമാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്, അതായത് നമ്മൾ തിരിച്ചു പോരുന്ന ഫ്ലൈറ്റ് എന്നാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്, അതുവരെയുള്ള കൺഫേംഡ് ഹോട്ടൽ ബുക്കിംഗ്, ഈ ഡോക്യുമെന്റ് കൂടി സമർപ്പിക്കേണ്ട ആവശ്യമായിട്ട് വരുന്നുണ്ട്. മുമ്പ് യാത്ര ചെയ്യുന്ന സമയത്ത് മാത്രമായിരുന്നു ഈ ഡോക്യുമെന്റ്സ് ആവശ്യമായിട്ടുള്ളതെങ്കിലും ഇപ്പോൾ വിസിറ്റിംഗ് വിസ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ആ ഡോക്യുമെന്റ് ആവശ്യമായിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റ് വരുന്നത്, നമ്മൾ 2 മാസത്തെ വിസ തീരുന്ന സമയത്ത് UAEയിൽ നിന്ന് എയർപോർട്ടിലേക്ക്, അതായത് A to A എന്ന് പറയും, നമ്മളെ ഫ്ലൈറ്റ് വഴി മറ്റൊരു രാജ്യത്ത് പോയിട്ട് തിരിച്ച് വിസയുമായി വരുന്ന രീതി, അല്ലെങ്കിൽ ബസ്സിൽ ഒമാനിലേക്കൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന രീതി, ഇപ്പോൾ ആ ഒരു പ്രോസസ്സും നടക്കുന്നില്ല. കാരണം ഒരിക്കൽ UAEയിൽ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് എക്സിറ്റ് ആയ പാസഞ്ചർ 30 ദിവസത്തിന് ശേഷം മാത്രമേ അടുത്ത വിസക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് UAE ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വിസക്ക് അപ്ലൈ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കുക. കഴിയുന്നതും ഒരു 1-2 ആഴ്ചക്ക് പറ്റുമെങ്കിൽ വിസക്ക് അപ്ലൈ ചെയ്യുന്നതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം, നിലവിലുള്ള ആളുകളൊക്കെ യാത്ര ചെയ്തതിന് ശേഷം മാത്രം വിസക്ക് അപ്ലൈ ചെയ്യുകയും യാത്ര ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വിസ എടുക്കുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് ട്രാവൽ പ്ലാൻ ചെയ്യാൻ പറ്റും. താങ്ക്